സിറോസിസിൻ്റെ ഭക്ഷണക്രമത്തെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എൻ്റെ പേര് നിബി സെബാസ്റ്റ്യൻ, സീനിയർ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ, ഇൻ്റഗ്രേറ്റഡ് ലിവർ കെയർ. പിന്നെ അവർക്ക് സോൾട്ടിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി പിക്കിൾസ്, പപ്പഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഡ്രൈ ഫിഷ്, സോൾട്ടഡ് ആയിട്ടുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ടും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട്. അത് അടുത്ത ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് അത് വഴിതെളിക്കും. അപ്പോൾ അതിന് നമ്മൾ ഫുഡിലൂടെ ഫൈബറുള്ള ഫുഡുകൾ കൂടുതലായിട്ട് എടുക്കാനായിട്ടും കൂടി അതിൽ ശ്രദ്ധിക്കണം. അതിൽ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ഡയറ്റിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ മലബന്ധം ഒന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ അവരുടെ സിംറ്റംസ് ബേസ് ചെയ്തിട്ടാണ് അവരുടെ മെയിൻലി ഡയറ്റ് റെക്കമെൻഡ് ചെയ്യുമെങ്കിലും അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സോൾട്ടാണ് മെയിൻലി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ഡയറ്റിൽ. പിന്നെ അതുപോലെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷനും പിന്നെ അവരുടെ അതർ അസുഖങ്ങൾ, അതുപോലെ ഡയബറ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ലിവർ സിറോസിസിനെ പറ്റി കണ്ടു. അതിൻ്റെ സ്റ്റേജസ് അനുസരിച്ചും അതിൻ്റെ സിംറ്റംസ് അനുസരിച്ചും നമ്മൾ ഡയറ്റിൽ കുറച്ച് റെക്കമെൻഡേഷൻസിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.